പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് തമ്പ് ലൈൻ എങ്ങനെ സെറ്റ് ചെയ്യാമെന്നാണ്. തമ്പ് ലൈൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ യൂട്യൂബ് വീഡിയോ ആഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഫോട്ടോ ആഡ് ചെയ്യാറുണ്ട് എല്ലാവരും. അതിനെയാണ് നമ്മൾ തമ്പ് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാമെന്നാണ് നമ്മളിന്നിവിടെ നമ്മുടെ ഈ വീഡിയോയിൽ നിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു വേണ്ടി നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി അമർത്തുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അപ്പോൾ നമുക്കെങ്ങനെ വീഡിയോ നോക്കാം. ഇതിനു വേണ്ടി നമുക്കൊരു ആപ്ലിക്കേഷൻ്റെ സഹായം വേണം. അപ്പോൾ നമുക്ക് പ്ലേ സ്റ്റോറിൽ ചെന്നിട്ട് പിക്സൽ ലാബ് എന്ന് അടിച്ചു കൊടുക്കുക. ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ ഇതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിക്സൽ ലാബ് എന്ന് അടിച്ചു കൊടുക്കുക. അപ്പം ഇതാണ് ആപ്ലിക്കേഷൻ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം. അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇൻ്റർഫേസ് ആണ് വരുന്നത്. നമുക്കിതിൻ്റെ തമ്പ് ലൈൻ്റെ ഒരു സൈസ് ഉണ്ട്. എല്ലാത്തിനും ഓരോരോ സൈസ് ഉണ്ടല്ലോ. അപ്പോൾ ഈ തമ്പ് ലൈനും നമുക്കൊരു സൈസ് ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് കറക്റ്റ് ചെയ്ത് നോക്കാം. ഇവിടെ 3 ഡോട്ട്സ് കിടപ്പുണ്ട്. അതേ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇമേജ് സൈസ് എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. അതേ ക്ലിക്ക് ചെയ്യുമ്പം ഇവിടെ ഒരു ചെറിയ ആരോ മാർക്കുണ്ട്. അതേ ക്ലിക്ക് ചെയ്യുമ്പം ധാരാളം ഓപ്ഷൻസ് ഉണ്ട്. യൂട്യൂബ് ചാനൽ ബാനർ, യൂട്യൂബ് തമ്പ് ലൈൻ, ഫേസ്ബുക്ക് കവർ ആർട്ട്, അങ്ങനെ കുറേ കിടപ്പുണ്ട്. അതിനകത്ത് നമ്മൾ എടുക്കുന്നത് യൂട്യൂബ് തമ്പ് ലൈൻ എന്നാണ്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു സൈസ് കണ്ടിവിടെ 1280 720 സൈസാണ് ഇത് കൊടുത്തേക്കുന്നത്. നമുക്ക് ഓക്കെ കൊടുക്കാം. ഓക്കെ കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു കറക്റ്റ് സൈസ് നമുക്ക് കിട്ടും. പിന്നെ ഇതിനകത്ത് നമ്മൾ ഫോട്ടോസ് ആഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ട് ആഡ് ചെയ്യുന്നാലേ നമുക്കതിൻ്റെ സ്പേസ് കവർ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. ഇതിന് മുന്നേ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആരും കണ്ടിട്ടില്ല. അത് കണ്ടിട്ട് ഈ വീഡിയോ കാണുന്നതായിരിക്കും നല്ലത്. ഇപ്പം ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതേപോലെ അതിൻ്റെ ഒരു സ്പേസ് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. നമുക്കിത് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഇവിടെ എന്തെങ്കിലും നമുക്കിനി എഴുതി ചേർക്കണമെങ്കിൽ അതിൻ്റെ ഇവിടെ പ്ലസ് ഐക്കൺ കിടപ്പുണ്ട്. അതേ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. അതിൻ്റെ ഇവിടെ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ് ഓൾറെഡി വന്നിട്ടുണ്ട്. അവിടെ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ എന്താണോ നമുക്ക് തമ്പ് ലൈൻ സെറ്റ് ചെയ്ത് എഴുതേണ്ടത് അത് എഴുതിയിട്ട് നമുക്കിവിടെ കണ്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വരുന്നതായിരിക്കും. പിന്നെ ഇതിനകത്ത് പിക്സ് നമുക്ക് ആഡ് ചെയ്യണം. പിക്കുകൾ ആഡ് ചെയ്യണമെങ്കിൽ കണ്ട് അതേപോലെ തന്നെ പ്ലസ് ഐക്കന് ഞെക്കിയിട്ട് കണ്ടിവിടെ ഫോർ ഗാലറിയിൽ നിന്ന് പോകുമ്പം നമുക്ക് കണ്ടിവിടെ പിക്കുകളൊക്കെ ഉണ്ട്. ഞാൻ ഓൾറെഡി എല്ലാം റിമൂവ് ആക്കി വെച്ചേക്കുന്ന പിക്കാണിത്. ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. നമുക്കിവിടെ എന്ത് വേണേലും എഴുതുകയും ചെയ്യാം. നമുക്ക് പിക്കും ആഡ് ചെയ്യാം. കവർ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയും ചെയ്യാം. പിന്നെ ഈ ബാക്ക്ഗ്രൗണ്ടൊക്കെ മാറ്റണ ഇവിടെ അല്ലാതെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ മാറ്റാൻ പറ്റും. അതുകൊണ്ട് ഇവിടെ നിന്ന് 4ാമത്തെ ഓപ്ഷൻ എടുക്കുമ്പോൾ ഇവിടെ കളർ എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. ഉണ്ട്. ഇപ്പോൾ ബ്ലൂ ആയി, ഗ്രീനായി, റെഡായി, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കളർ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇവിടെ അതേപോലെ തന്നെ കുറേ ഓപ്ഷൻ കിടപ്പുണ്ട്. ഇത് ഗ്യാലറിയിൽ നിന്ന് പിക്ക് എടുത്ത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആക്കാം. അങ്ങനെ കുറേ കിടപ്പുണ്ട്. ഇവിടെ ടെക്സ്റ്റ് എന്തെങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി കാണിക്കാം. ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്കിവിടെ എഴുതാൻ പറ്റും. ഞാൻ ഇവിടെ എഴുതുന്നത് ഹൗ ടു ഗ്രോ യൂട്യൂബ് അക്കൗണ്ട് എന്നാണ്. യൂട്യൂബ് ചാനലിന് ഓക്കെ എടുക്കുമ്പോഴാണ് ഇങ്ങനെ സെറ്റായിട്ട് വരും. നമുക്കിതിൻ്റെ സ്റ്റൈല് മാറ്റാണ്ട് ഇവിടെ സ്റ്റൈല് മാറ്റാം. എന്നിട്ട് ഇവിടെ കുറേ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് അതിൻ്റെയും വ്യത്യസ്തമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇതിനകത്ത്. പിന്നെ നെറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇതിൻ്റെയും കളർ മാറ്റാം. ഇവിടെ തന്നെ ഇവിടുന്ന് 2ാമത്തെ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എഴുതിയതിൻ്റെ കളർ ചേഞ്ചിങ്ങും സൈസ് ചേഞ്ചിങ്ങും എല്ലാം ഉണ്ടാവും. ഇവിടെ സൈസ് എന്നും പറഞ്ഞിട്ടുണ്ട്. പല സൈസ് നമുക്ക് ആക്കാം. കളർ മാറ്റാം. ഇതുപോലെ തന്നെ കുറേ ഓപ്ഷൻ ഇവിടെ കൊടുത്തപ്പോൾ ഉണ്ട്. ഓരോന്ന് ചെക്ക് ചെയ്താലേ നിങ്ങൾക്കും കറക്റ്റായിട്ട് മനസ്സിലാകത്തുള്ളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. നെറ്റിൻ്റെ ഒരു ആവശ്യമില്ല. ഇത് നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നെറ്റിൻ്റെ ഒരു ആവശ്യമില്ല. നമുക്കിവിടെ കളർ മാറ്റാം. ഇഷ്ടമുള്ള നമുക്ക് കൊടുക്കാം. അങ്ങനെ പല ഓപ്ഷൻ ഇതിനകത്ത് കൊടുത്തേപ്പോൾ ഉണ്ട്. അങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും.
നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻ ഇതിനകത്ത് സെലക്ട് ചെയ്ത് എഡിറ്റ് ചെയ്യുകയും ചേഞ്ച് ചെയ്യുകയും വേണ്ടാത്തതാണ് ഡിലീറ്റ് ചെയ്ത് കളയുകയും എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനകത്ത് HD ക്ലാരിറ്റിയോടെ തന്നെയാണ് നമുക്ക് സെറ്റ് ചെയ്ത് കിട്ടുന്നത്. HD ക്ലാരിറ്റി തന്നെ ഇതിന് കിട്ടുകയും ചെയ്യും. പിന്നെ നമുക്കിത് ഇവിടെ എല്ലാം സെറ്റ് തന്നെ ഉണ്ട്. ഇവിടെ ഒരു ഐക്കൺ ഉണ്ട്. ഇവിടെ ആണ്ട് സേവ് ഇമേജ് എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. അവിടെ ആണ്ട് സേവ് ഗാലറി അല്ലെങ്കിൽ ഷെയർ ചെയ്ത് കൊടുത്ത് നമുക്ക് വാട്സപ്പിലോ മറ്റോ എന്തിലാണെന്ന് വെച്ചാൽ സെറ്റ് ചെയ്യാം. HD ക്ലാരിറ്റിയോടെ തന്നെയാണ് ഇത് നമുക്ക് സേവായി കിട്ടുന്നത്. എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ ആപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതെല്ലാവരും ചെയ്ത് നോക്കുക. നല്ല കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകത്തും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഡെമോ കാണിച്ചതേ ഉള്ളൂ. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനലായാലും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.